വെള്ളിയാഴ്ചയും ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ തെക്കൻ ഇസ്രായേലിലെ ബീർഷെബയിൽ പതിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായും വീടുകൾക്കുൾപ്പെടെ നാശം വരുത്തിയതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇറാനും ഇസ്രായേലും കനത്ത ആക്രമണം തുടരുകയാണ്. തെക്കൻ നഗരത്തിലെ സൊറോക്കോ ആശുപത്രിയിൽ ആക്രമണത്തിൽ പരിക്കേറ്റ 7 പേരെ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിരവധി അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്കുകൾക്ക് സമീപമുള്ള ഒരു റോഡിൽ മിസൈൽ ഇടിച്ചു കയറി ഒരു വലിയ ഗർത്തം രൂപപ്പെടുകയും നിരവധി കാറുകൾക്ക് തീപിടിക്കുകയും ചെയ്തു. തീ അണയ്ക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തി. മിസൈൽ പതിച്ചതിൻ്റെ ആഘാതത്തിൽ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റ് കെട്ടിടത്തിൻ്റെ ബാൽക്കണികൾ തകർന്നു. ചുറ്റുമുള്ള മറ്റ് കെട്ടിടങ്ങളിലെ ജനാലകൾ പൊട്ടിത്തെറിച്ചു. ഗ്ലാസ് കഷ്ണങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും പരിസരം മുഴുവൻ നിറഞ്ഞതായും ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തകർന്ന കെട്ടിടത്തിലെ താമസക്കാരെ ഒഴിപ്പിച്ചു. അവരിൽ ഭൂരിഭാഗവും ബോംബ് സേഫ് റൂമുകളിൽ അഭയം പ്രാപിച്ചവരാണ്. ഇറാനിൽ നിന്ന് വന്ന മിസൈലിനെ തടയാൻ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞു. ഇറാനിലെ മറ്റ് ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളെ ആക്രമിച്ച് ഒരു വലിയ ആക്രമണം പരാജയപ്പെടുത്തിയതായും IDF റിപ്പോർട്ട് ചെയ്തു. ഇറാൻ വെള്ളിയാഴ്ച ബീർഷെബയിൽ ഒരു വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു. വിക്ഷേപണത്തിന് മുമ്പ് 3 മിസൈൽ ലോഞ്ചറുകളുടെ തയ്യാറെടുപ്പുകൾ തിരിച്ചറിഞ്ഞ് അവയെ നശിപ്പിച്ചെന്നും IDF വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഫി ഡെഫ്രിൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇറാനെതിരെ ഇസ്രായേൽ വ്യോമസേന തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയാണെന്നും ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ കുറവാണെന്നും ഡെഫ്രിൻ പറഞ്ഞു. പുലർച്ചെ 3 മണിയോടെ ഡെഡ് സീയിൽ 3 ഇറാനിയൻ ഡ്രോണുകൾ തടഞ്ഞതായി ഇസ്രായേൽ വ്യോമസേന അറിയിച്ചു. അർദ്ധരാത്രിയിൽ ഹൈഫയ്ക്ക് മുകളിലൂടെ പറന്ന മറ്റൊരു ഡ്രോൺ തടഞ്ഞതായും സൈന്യം അറിയിച്ചു. ഇതിൻ്റെ ദൃശ്യങ്ങൾ IDF പുറത്തുവിട്ടു. കഴിഞ്ഞ ആഴ്ചയിൽ ഇറാൻ ഇസ്രായേലിന് നേരെ 450-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഏകദേശം 1000 ഡ്രോണുകളും പ്രയോഗിച്ചു. മിക്കവയും ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വെടിവെച്ചിട്ടു. ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ മികച്ചതാണ്. എന്നാൽ മിസൈൽ മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ സുരക്ഷിത മുറികളിലും ബോംബ് ഷെൽട്ടറുകളിലും അഭയം തേടാനുള്ള ഹോം ഫ്രണ്ട് കമാൻഡിൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇസ്രായേൽ ജനങ്ങളോട് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം മധ്യ തെക്കൻ ഇസ്രായേലിലെ 4 സ്ഥലങ്ങളിൽ ഇറാൻ്റെ മിസൈലുകൾ വലിയ നാശം വിതച്ചിരുന്നു. ടെൽ-അവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടായി. വ്യാഴാഴ്ച പ്രാദേശിക സമയം രാവിലെ 8:30-യോടെയായിരുന്നു ആക്രമണം. നിരവധി കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർന്നു. ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ ബീർഷെബയിലെ സൊറോക്കോ ആശുപത്രിക്ക് നേരെയും മിസൈൽ ആക്രമണമുണ്ടായി. ആക്രമണത്തിൽ IDFൻ്റെ സൈറ്റുകളും തകർത്തതായി റിപ്പോർട്ടുകൾ പറയുന്നു. 50 മിസൈലുകളാണ് ഈ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി നെക്സ്റ്റ് ജനറേഷൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയാണ് ഇറാൻ തൊടുത്തുവിട്ടത്. ഇസ്രായേലിൻ്റെ കരുത്തുറ്റ വ്യോമപ്രതിരോധ സംവിധാനം മറികടന്ന് മിസൈലുകൾ ലക്ഷ്യങ്ങളിൽ പതിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രായേലിലുടനീളം അപായ സൈറനുകൾ മുഴങ്ങുന്നതിൻ്റെയും ജനങ്ങൾ അഭയസ്ഥാനം ലക്ഷ്യമിട്ട് പായുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. മിസൈലുകൾ ടെൽ-അവീവിലെ സൈനിക ഇൻ്റലിജൻസ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിൽ പതിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു.